ക്യാബിനറ്റ് ഇന്ന് അനുമതി നൽകിയ വ്യാവസായിക സ്മാർട്ട് സിറ്റികളിലൊന്ന് പാലക്കാട്. ദേശീയ വ്യാവസായിക ഇടനാഴി വികസന പദ്ധതിയുടെ ഭാഗമായാണ് സ്മാർട്ട് സിറ്റികൾ ആരംഭിക്കുക. 10 സംസ്ഥാനങ്ങളിലായി ആരംഭിക്കുന്ന സ്മാർട്ട് സിറ്റികളിൽ 1.5 ലക്ഷം കോടിയോളം രൂപയുടെ നിക്ഷേപ സാധ്യതകളുണ്ടാകും. 10 ലക്ഷം പേർക്ക് നേരിട്ടും 30 ലക്ഷം പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭ്യമാക്കാനും പദ്ധതി പ്രയോജനപ്പെടും. ഇവരുമായി ന്യൂസ് ഡെസ്ക് ദിനം ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, പാലക്കാടും ഇത്തരമൊരു പദ്ധതിക്കാണ് ക്യാബിനറ്റ് ഇന്ന് അനുമതി നൽകിയിരിക്കുന്നത്. വ്യാവസായിക സ്മാർട്ട് സിറ്റികളിൽ ഒന്ന് പാലക്കാടും. മറ്റു വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും സുരേഷ്, പത്തോളം സ്മാർട്ട് സിറ്റികളുടെ അനുമതി നൽകിയതിലൊന്ന് പാലക്കാട് തന്നെയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 28,602 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഈ സ്മാർട്ട് സിറ്റികളുടെ ഭാഗമായി നടക്കുക. പ്രധാനമന്ത്രിയുടെ പ്രത്യേക വികസന പദ്ധതിയുടെ ഭാഗമായുള്ള ഈ സ്മാർട്ട് സിറ്റികളുടെ നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഈ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് ഈ വ്യവസായങ്ങൾ, അനുബന്ധ വ്യവസായങ്ങളെല്ലാം തന്നെ ഒരു കുടക്കീടും അല്ലെങ്കിൽ ഒരു മേഖലയിലും കൃത്യമായി എത്തിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുക എന്നതാണ്. അത്തരത്തിലുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ സ്മാർട്ട് സിറ്റികൾ സ്ഥാപിക്കുകയും ചെയ്യുന്നത്. നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ സാധ്യതകൾ തുറന്നു കിട്ടുകയും 10 ലക്ഷം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുകയും ചെയ്യുന്നതിനുള്ള സാധ്യതയാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികളിൽ നിന്നും യാഥാർത്ഥ്യമാവുക. അതുപോലെ തന്നെ 30 ലക്ഷത്തോളം പേർക്ക് പരോക്ഷമായി തൊഴിൽ ലഭിക്കാനുള്ള ഒരു സാധ്യതയും തുറന്നു കിട്ടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ സ്മാർട്ട് സിറ്റി കോറിഡോർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഈ രാജ്യത്തിന്റെ വ്യവസായ മണ്ഡലത്തിൽ തന്നെ മാറ്റങ്ങൾ വരാവുന്ന രീതിയിലുള്ള ഒരു മാപ്പ്, ഒരു വ്യാവസായിക റോഡ് മാപ്പ് തന്നെ ഭാരതത്തിനൊന്നാകെ വലിയ കുതിപ്പ് നൽകുമ്പോൾ അതോടൊപ്പം തന്നെ സ്വാഭാവികമായി സംസ്ഥാനം പാലക്കാട് ഇത്തരമൊരു സ്മാർട്ട് സിറ്റികളിൽ ഒന്ന് വരുമ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണല്ലേ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നമുക്കറിയാവുന്നതാണ്, കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള ആ വ്യാവസായിക ഇടനാഴിയുടെ പ്രദേശം തന്നെയാണ് കഞ്ചിക്കോട്, കോയമ്പത്തൂര്, ആ മേഖലകളെല്ലാം തന്നെ ചേരുന്ന വലിയ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി തന്നെയാണ് ഈ പ്രദേശം പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്കറിയാവുന്നതാണ്, നിരവധി വ്യവസായങ്ങൾ ആ പ്രദേശത്തുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് വീണ്ടും തമിഴ്നാട്ടിലേക്ക് സഞ്ചരിക്കുമ്പോഴും നിരവധിയായ വ്യവസായ മേഖലകളുള്ള ഒരു പ്രദേശം കൂടിയാണത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും സമഗ്രമായ വ്യവസായിക മുന്നേറ്റത്തിന് ഏറെ പ്രാധാന്യം ലഭിക്കുകയും സാധ്യതകൾ തുറന്നു കിട്ടുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് നടപ്പാക്കുന്നത് പാലക്കാട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് കേരളത്തിന്റെ വ്യാവസായിക മണ്ഡലത്തിലും അതുപോലെ തന്നെ റെയിൽവേ ഉൾപ്പെടെ വിശാലമായ വികസന സാധ്യതകളിലേക്കും വിരൽ ചൂണ്ടുന്നതാണ് പദ്ധതി എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ദിനം ഐസൻ ജോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.